സ്പ്രിംഗ് ഒണിയൻ അഥവാ ഉള്ളിപ്പൂവ് ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള വെജിറ്റബിളാണ്. ഡയറ്ററി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് സ്പ്രിംഗ് ഒണിയൻ. നമ്മുടെ സാലഡുകളിലും ചൈനീസ് വിഭവങ്ങളിലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഉള്ളിപ്പൂവ്. ഇന്ന് നമുക്ക് ഇത് വെച്ച് ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോരൻ ഉണ്ടാക്കാം. അതിനായി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സവാളയും 2 പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങ ചിരണ്ടിയതും, പിന്നെ ഓപ്ഷണൽ ഐറ്റമാണ് മുട്ട. ഞാൻ ചേർക്കാറുണ്ട്. എനിക്ക് മുട്ട ചേർത്തിട്ടുള്ളതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും മുട്ട ചേർത്തിട്ടുള്ള ഉള്ളിപ്പൂവ് തോരനാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാം. ഞാൻ പക്ഷേ മുട്ട ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഉള്ളിപ്പൂവ് ഇതുപോലെ അരിഞ്ഞെടുത്തതിൻ്റെ കൂടെ ഒരു സവാളയും 2 പച്ചമുളകും തേങ്ങ ചിരണ്ടിയതും കറിവേപ്പിലയും ഇത്രയും ഇതുപോലെ റെഡിയാക്കി വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. ആ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള, പച്ചമുളക്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും ചിരകി വെച്ച തേങ്ങയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ആവിയിൽ വേവിക്കാം. 2-3 മിനിറ്റ് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം വെന്ത് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. വെന്ത് പോകുന്നതിനേക്കാൾ നല്ലത് ജസ്റ്റ് ഒന്ന് ആവി കയറി ഉള്ള ആ ഒരു സമയം തന്നെയാണ്. ഇങ്ങനെ ഒന്ന് മൂടി വെച്ചു. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറക്കുക. ഇതുപോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. മുട്ട ചേർക്കാതിരുന്ന സാധാരണ സവോള തോരൻ വെച്ചതിൻ്റെ ടേസ്റ്റാണ്. ഞാൻ ഇതിലേക്ക് 3 മുട്ട ചേർത്തിട്ടുണ്ട്. കാരണം ഇവിടെ കുട്ടികൾക്കൊക്കെ മുട്ട ചേർക്കുന്നതാണ് താല്പര്യം. അതിനുശേഷം ഇങ്ങനെ ഇളക്കി അതിനോട് മുട്ട യോജിപ്പിച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പം നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.